السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم أصلح لنا النية والذرية والعمل. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت، واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. أما بعد, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ സൂറത്തു അൽ ബഖറയിൽ 62 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മുമ്പ് അവസാനത്തെ ദർസിൽ പറഞ്ഞു വച്ചത്. 63 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വഇദ് അഖദ്നാ മീസാഖക്കും ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. وإذ أخذنا, നാം സ്വീകരിച്ച സന്ദർഭം, മീസാഖക്കും, നിങ്ങളുടെ കരാർ സ്വീകരിച്ച സന്ദർഭം. ഇത് ഇസ്രായേലരോട് ഉള്ള അള്ളാഹുവിൻ്റെ അഭിസംബോധനയാണ്. അവരോട് അള്ളാഹു കരാർ വാങ്ങിയതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. വറഫഅന, നാം ഉയർത്തുകയുണ്ടായി, ഫൗഖക്കും, നിങ്ങൾക്കുമേൽ, അത്തൂർ, പർവ്വതത്തെ ഉയർത്തുകയുണ്ടായി. ഖുദൂ, നിങ്ങൾ സ്വീകരിക്കുക, എടുക്കുക, മാ ആതൈനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതെന്തോ അത് നിങ്ങൾ പിടിക്കുക, ബിഖുവ, ശക്തമായി പിടിക്കുക, വദ്കുറു മാ ഫീഹി, അതിലുള്ളത് നിങ്ങൾ ഓർക്കുകയും ചെയ്യുക, മറക്കാതിരിക്കുക, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. ഇസ്രായേല്യർ തൗറാത്ത് സ്വീകരിക്കാതെ, അഥവാ അതിലെ വിധിവിലക്കുകൾ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കുമേൽ ഒരു പർവ്വതത്തെ ഉയർത്തുകയുണ്ടായി. തൂർ എന്നാൽ പർവ്വതം എന്നതിന് അർത്ഥമുണ്ട്, ഏത് പർവ്വതവും. അതുപോലെ തൂർ എന്ന പേരിലുള്ള ഒരു പർവ്വതവും ഉണ്ട്. ഏതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മിസ്ർ എന്നത് നാട് എന്നതിനർത്ഥമുണ്ട്, ഏത് നാടും. എന്നാൽ മിസ്ർ എന്ന് തന്നെ പേരുള്ള നാടുമുണ്ട്, ഈജിപ്ത്. അതുപോലെയാണ് തൂർ എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതം എന്നാണ് അർത്ഥം. എന്നാൽ ആ പേരിൽ തന്നെയുള്ള പർവ്വതവും ഉണ്ട്, തൂർ പർവ്വതം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തി. എന്തിന്? തൗറാത്ത് ഞങ്ങൾ സ്വീകരിക്കും, അതിലുള്ള വിധിവിലക്കുകൾ ഞങ്ങൾ മുറുകെ പിടിക്കും എന്നവർ കരാർ ചെയ്യാൻ വേണ്ടി അവർക്ക് മേൽ ഉയർത്തിപ്പിടിച്ചത് എന്തിനാണ്? ഈ കരാർ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ പർവ്വതം ഇതാ നിങ്ങൾക്ക് മേലെ വീഴും. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരോട് കരാർ വാങ്ങിയിട്ടുള്ളത്. കാരണം അങ്ങനെയാണ് ആ ഖൗം, ജനത അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അവരുടെ ചരിത്രം ധിക്കാരത്തിൻ്റേതും അനുസരണക്കേടിൻ്റേതും പരിഹാസങ്ങളുടേതും നബിമാരെ പോലും കൊന്നുകളയുക എന്ന അത്തരത്തിലുള്ള ക്രൂരതകളുടേതുമാണ്. അതുകൊണ്ട് റബ്ബ് അവർക്ക് മേൽ പർവ്വതമുയർത്തി, അതിപ്പോൾ വീഴുമെന്നായി. വന്നു അന്നഹു വാഖിഉം ബിഹിം, ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് വന്നതാണ്. അവർ ഉറപ്പിച്ച് ഇപ്പോൾ അത് നമുക്ക് മേലെ വീഴും എന്ന്. അങ്ങനെ അവർ സുജൂദിൽ വീണു എന്നാണ്. എന്നിട്ട് അവർ സുജൂദിൽ തല ഉയർത്തി തല ചെരിച്ച് നോക്കി, ഇപ്പോൾ വീഴുമോ എന്ന്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കരാർ സ്വീകരിച്ചപ്പോൾ ആ പർവ്വതത്തെ അവരിൽ നിന്ന് നീക്കുകയുണ്ടായി.
യഹൂദികളുടെ അതുകൊണ്ട് അന്നു മുതലുള്ള അവരുടെ സുജൂദിൻ്റെ രൂപമാണ് ഇങ്ങനെ കുനിന്ന് തല ഒരു ഭാഗത്തേക്ക് തിരിക്കുക എന്നത്. ഇന്നത്തെ യഹൂദികളിൽ അവരുടെ സുജൂദിന് പല രൂപങ്ങളുണ്ട്. പക്ഷേ ഈ രൂപവും അവർക്കിടയിലുണ്ട്. മുൻഗാമികൾ തഫ്സീറുകളിൽ ഈ കാര്യം പറഞ്ഞത് കാണാം. അവർക്കിഷ്ടമുള്ള സുജൂദിൻ്റെ രൂപം അതായിരുന്നു എന്ന്. കാരണം ശിക്ഷ ഒഴിവായിപ്പോയത് അങ്ങനെ സുജൂദ് ചെയ്തപ്പോഴാണ്. ആ ശിക്ഷ അവർക്ക് മേലെ പർവ്വതം വന്ന് പതിക്കുക എന്ന ആപത്ത് ഒഴിവായിപ്പോയത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ സുജൂദ് അവർ കാലങ്ങളായി തുടർന്നു പോന്നിരുന്നു. തഫ്സീറുകളൊക്കെ നമുക്കിത് കാണാം. യഹൂദികളുടെ കിതാബുകളിലും ഈ രൂപത്തിലുള്ള സുജൂദുകളെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ രൂപത്തിലുള്ള സുജൂദിനെക്കുറിച്ച് യഹൂദികളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. അവരതിന് വേറെ പല കാരണങ്ങളും പറയാറുണ്ട്. എങ്കിലും അവരുടെ കിതാബുകളിൽ ഇത് നമ്മളിങ്ങനെ സുജൂദ് ചെയ്യുന്നത് മറ്റ് മതക്കാരുടെ സുജൂദിനോട് സാദൃശ്യപ്പെടാതിരിക്കാൻ, മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടാതിരിക്കുക, ഇതൊക്കെ അവരുടെ ദീനിലുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അവരങ്ങനെ പറഞ്ഞത് കാണാം. പക്ഷേ ഈ രൂപത്തിലുള്ള സുജൂദ് അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഇബാദത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ, അതിനുശേഷം അള്ളാഹു പറഞ്ഞു, സുമ്മ തവല്ലൈതു മിൻ ബഅദി ദാലിക് ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. സുമ്മ തവല്ലൈതും, പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, മിൻ ബഅദി ദാലിക്, അതിനുശേഷവും. ഇങ്ങനെയെല്ലാം കരാർ വാങ്ങിയിട്ടും പിന്നീട് അത് ഉപേക്ഷിച്ച് കളയുക. ശക്തമായി ഈ കിതാബ് നിങ്ങൾ പിടിച്ചു കൊള്ളണം, അഥവാ ഇത് മുറുകെ പിടിക്കണം. ഇതിലുള്ള വിധിവിലക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇങ്ങനെ അള്ളാഹു കരാർ വാങ്ങി, അവർക്കുമേൽ പർവ്വതം ഉയർത്തിപ്പിടിച്ച് കരാർ വാങ്ങി. എന്നിട്ടും അള്ളാഹു പറയുകയാണ്, അതിന് ശേഷവും നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു, അവഗണിച്ച് കളഞ്ഞു. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഔദാര്യവും വറഹ്മതുഹു, അവൻ്റെ കാരുണ്യവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നോക്കൂ, റബ്ബിൻ്റെ കിതാബിനെ, അതിലെ വിധിവിലക്കുകളെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറഞ്ഞത്, മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബു ബിആയാത്തില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ. തൗറാത്ത് ഏറ്റെടുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും എന്നിട്ടത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ, അവരുടെ ഉപമ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതയെപ്പോലെയാണ്. ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബു ബിആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ തള്ളിക്കളഞ്ഞ കൂട്ടരുടെ ഉപമ എത്ര മോശമാണ്. ഒരു കഴുതയുടെ പുറത്ത് എത്ര വലിയ വിജ്ഞാനമുള്ള ഏടുകൾ കെട്ടിവെച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഇതാണ് കിതാബ് കയ്യിലുണ്ടായിട്ടും സ്വീകരിക്കാതെ പോകുന്നവരുടെ ഉദാഹരണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നബിയെ, നമ്മളെങ്ങനെ വഴിതെറ്റും? നമ്മുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ കിതാബുണ്ട്, ഇത് നമ്മൾ പഠിക്കും, നമ്മുടെ മക്കളെ പഠിപ്പിക്കും, അവരവരുടെ മക്കളെ പഠിപ്പിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, യഹൂദ നസ്രാനികൾ എങ്ങനെ പഠിച്ചുപോയി? കിതാബ് കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, കിതാബ് കയ്യിൽ ഇല്ലാതിരുന്നിട്ടല്ല, മറിച്ച് ഉണ്ടായിട്ട് അതിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയാണ് പഴയ ഉമ്മത്തുകൾക്ക് സംഭവിച്ചത്. ഈ ഉമ്മത്തിനും സംഭവിക്കുക അത് തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇതെല്ലാം അള്ളാഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഇസ്രായേലർക്ക് എന്നതുപോലെ ഏത് കാലത്തുമുള്ള അഹ്ലുൽ കിതാബിനുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ്, പ്രത്യേകിച്ച് യഹൂദികൾക്കുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അവരോട് അള്ളാഹു കരാർ വാങ്ങി ഇങ്ങനെ പർവ്വതം മുകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് എന്നിട്ടും അവരത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഇതിനു മുമ്പ് അവരുടെ ചരിത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അവർ പശുക്കുട്ടി ആരാധിച്ചത്, സമുദ്രം പിളർത്തി അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുവിനെ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത്. അതുപോലെ മൂസ അലൈഹിസ്സലാമിനോട് ഞങ്ങൾക്കിതൊന്നും പോരാ, മന്നയും സൽവയും പോരാ, ഇന്ന പച്ചക്കറികളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ അവരുടെ അനേകം ധിക്കാരങ്ങൾ ഓർക്കുക. അതിൻ്റെ പട്ടികയിൽ ഇതാ അടുത്ത കഥ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഇനിയുള്ള ആയത്തുകൾ. ഇനിയുള്ള 2 ആയത്തുകൾ അതാണ്. ശ്രദ്ധിക്കുക. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി
ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ വലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അഥവാ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പരിചിതമായ കഥയാണ്. ആരെ? അല്ലദീന അഅ്തദൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ അതിക്രമം കാണിച്ചവർ. ഫിസ്സബ്തി, ഏത് ദിവസം? സബ്ത്, ശനിയാഴ്ച ദിവസം. സബ്ത് എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പോലെയാണ്. മുസറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്ച, നാട് എന്നതിനർത്ഥമുണ്ട്. അതുപോലെ മിസർ എന്ന പേരുള്ള നാടുണ്ട്. തൂർ, പർവ്വതം. തൂർ എന്ന് പേരുള്ള പർവ്വതമുണ്ട്. പൊതുവേ പർവ്വതത്തിന് തൂർ എന്ന് പറയും. അതുപോലെ തൂർ എന്ന് പ്രത്യേകം പേരുള്ള പർവ്വതമുണ്ട്. ഇതുപോലെയാണ് സബ്ത്. ആഴ്ചക്ക് എന്ത് പറയും? സബ്ത് എന്ന് പറയും. ഉസ്ബൂ എന്ന് പറയുന്നത് പോലെ ആഴ്ച എന്ന അർത്ഥത്തിൽ എന്ത് പറയാറുണ്ട് അറബിയിൽ? സബ്ത് എന്ന് പറയാറുണ്ട്. അതുപോലെ സബ്ത് എന്ന പ്രത്യേക ഒരു ദിവസമുണ്ട്. അതുപോലെയാണ് ജുമഅയും. ഒരാഴ്ച എന്ന അർത്ഥത്തിൽ ജുമഅ എന്ന് പറയും. കുല്ല ജുമഅത്തിൻ, എല്ലാ ആഴ്ചയും എന്നതിന് അർത്ഥമുണ്ട്. കുല്ല സബ്തിൻ, എല്ലാ ആഴ്ചയും എന്നതിന് അർത്ഥമുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച എന്ന് പ്രത്യേകമായി ജുമഅക്ക് അർത്ഥമുണ്ട്. അതുപോലെ ശനിയാഴ്ച എന്ന് പ്രത്യേകമായി സബ്തിന് അർത്ഥമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഖുബായിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ്. മാഷിയൻ ഔ റാക്കിബൻ, വാഹനപ്പുറത്തേറിയിട്ടും നടന്നിട്ടും മദീനയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോകും? ഖുബായിലേക്ക് ചെല്ലും. ഖുബ മദീനയുടെ ഉയർന്ന ഭാഗത്താണ്. മക്കയിൽ നിന്ന് വരുമ്പോൾ ആദ്യം എത്തുക ഖുബായിലാണ്. മക്കയിൽ നിന്ന് വരുമ്പോൾ ആദ്യം ഖുബായിലാണ് എത്തുക, എന്നിട്ടാണ് മദീനയിലേക്ക് ഉള്ളിലേക്ക് എത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സബ്തിലും ഖുബായിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ്. എല്ലാ ആഴ്ചയും എന്നതിനർത്ഥമുണ്ട്. അതുപോലെ എന്തോ അർത്ഥമുണ്ട്? എല്ലാ ശനിയാഴ്ചയും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മസ്ജിദ് നബവിയിൽ ജുമഅയിൽ പങ്കെടുക്കുന്ന നബിയുടെ പ്രിയപ്പെട്ട സഹാബിമാരെ കാണും. എന്നാൽ അവിടെ ഖുബായിലുള്ളവർ അവിടെയാണ് ജുമഅക്ക് പങ്കെടുക്കുക. അപ്പോൾ ശനിയാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് ഏറെ സ്നേഹമുള്ള, സഹാബത്തിനോട് ഏറെ സ്നേഹമുള്ള നബി അവരെ കാണാൻ അങ്ങോട്ട് ചെല്ലും. പിറ്റേത് വെള്ളിയാഴ്ച ബാക്കിയുള്ളവരെ കാണുമല്ലോ. ശനിയാഴ്ച അങ്ങോട്ട് മാഷിയൻ ഔ റാക്കിബൻ, ചിലപ്പോൾ നടന്നിട്ട്, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഉദ്ദേശം എന്താണ്? ശനിയാഴ്ച തന്നെയാണ്. ശനിയാഴ്ച ദിവസം വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങളിൽ ശനിയാഴ്ച ദിവസം അതിക്രമം പ്രവർത്തിച്ചവരുടെ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ കുരങ്ങന്മാരാവുക. ഖാസിഈൻ, നിന്ദ്യരായ കുരങ്ങന്മാർ. അവർ അള്ളാഹു രൂപം മാറ്റിക്കളഞ്ഞു. റബ്ബ് അവരുടെ രൂപം മാറ്റിക്കളഞ്ഞു. മസ്ഖ് എന്നാണ് ആ ശിക്ഷക്ക് പറയുക, കോലം മാറ്റിക്കളയുക. ഫജഅൽനാഹ, അങ്ങനെ നാം അതിനെയാക്കി, ആ ശിക്ഷയാക്കി, നക്കാലാക്കി. നക്കാൽ എന്നാൽ മാതൃകാപരമായ ശിക്ഷ എന്നാണ് അതിനർത്ഥം. ആ ശിക്ഷ കിട്ടിയവൻ പിന്നെ അതിലേക്ക് തിരിച്ചു പോകാത്ത വിധം, അല്ല അത് കണ്ടവനും അതേക്കുറിച്ച് കേട്ടവനും ആ തെറ്റ് ആവർത്തിക്കാത്ത വിധമുള്ള ശിക്ഷ, അതിനാണ് നക്കാൽ എന്ന് പറയുക. ഫജഅൽനാഹ നക്കാലൻ ലിമാ ബൈന യദയ്യ, അവരുടെ മുന്നിലുള്ളവർക്കും വമാ ഖൽഫഹ, അവർക്ക് പിന്നിലുള്ളവർക്കും. എന്താണ് ഈ മുന്നിലുള്ളവർ പിന്നിലുള്ളവർ എന്ന് പറഞ്ഞാൽ? മുന്നിലുള്ളവർ എന്നാൽ ആ കാലത്ത് ജീവിച്ചവർ, അവരെ കണ്ടവർ, അവരുടെ സമീപ ദേശങ്ങളിൽ ജീവിച്ചവർ, അവർക്കൊക്കെ ഈ കഥ അറിയാം. വമാ ഖൽഫഹ, അവർക്ക് പിന്നാലെ വരുന്ന ആളുകൾക്കും ആ ചരിത്രം, ആ ശിക്ഷ ഒരു ഗുണപാഠമാണ്. വമൗഇദ, അത് സതുപദേശമാണ്. ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഓർമ്മപ്പെടുത്തലും ഉപദേശവുമാണത്. അത് മാതൃകായോഗ്യമായ ശിക്ഷയാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ അതിൽ മൗഇദത്തുണ്ട്, അതിൽ ഉപദേശമുണ്ട്, ഗുണപാഠമുണ്ട്. എന്താണ് ഈ കഥ? നമ്മൾ പലരും ചുരുങ്ങിയ നിലക്കും വിശദമായും ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഈ കഥ എന്ന് പറയുന്നത്. ഇത് സൂറത്തുൽ ബഖറയിൽ ഈ 2 ആയത്തുകളിൽ ചുരുക്കിയാണ് അള്ളാഹു പറഞ്ഞത്. എന്നാൽ സൂറത്തുൽ അറാഫിൽ അള്ളാഹു ഇത് വിശദമായി പറഞ്ഞത് കാണാം. സൂറത്തുൽ അറാഫിൽ റബ്ബ് പറഞ്ഞു, വസ്അൽഹും, നബി അവരോട് ചോദിക്കുക, അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തുൽ ബഹർ, ഒരു നാടിനെക്കുറിച്ച്. ആ നാട് എവിടെയായിരുന്നു? ഹാദിറത്തുൽ ബഹർ, കടൽ തീരത്തായിരുന്നു.
കടൽ തീരത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് നബിയെ അവരോട് ചോദിക്കുക. ഇദ് യഅദൂന ഫിസ്സബ്ത്, ഇദ് യഅദൂന ഫിസ്സബ്ത്, അവർ ആ ശനിയാഴ്ച ദിവസം ചെന്നിരുന്ന ആളുകളായിരുന്നു. ഇദ് തഅതീഹിം ഹൈതാനുഹും, അവരുടെ മത്സ്യങ്ങൾ. ഹൈതാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹൈതാൻ മത്സ്യങ്ങൾ. ഹൂത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഹൈതാൻ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. ഹൈതാൻ എന്നതിൻ്റെ ബഹുവചനം. നൂൻ എന്ന് പറഞ്ഞാലും മത്സ്യമാണ്, നൂൻ. അതുകൊണ്ടാണ് യൂനുസ് നബിക്ക് എന്ത് പേര് വന്നത്? ദുന്നൂൻ, മത്സ്യത്തിൻ്റെ ആൾ. നൂൻ എന്ന് പറഞ്ഞാലും മത്സ്യമാണ്. അതിൻ്റെ അതിൻ്റെ ബഹുവചനം ഹൈതാൻ പോലെയാണ്. ഹൂത്ത്, ഹൈതാൻ. നൂൻ, നീനാൻ. നൂനിൻ്റെ എന്താണ്? ബഹുവചനം എന്താണ്? നീനാൻ. ഏതുപോലെ ഹൂത്തുൻ, ഹൈതാൻ. ഹൂത്ത് മത്സ്യം, അതിൻ്റെ ബഹുവചനം എന്താണ്? ഹൈതാൻ. അതുപോലെ നൂൻ എന്ന് പറയും മത്സ്യം, അതിൻ്റെ ബഹുവചനം ഇതേപോലെ നീനാൻ. ഹൂത്തുൻ, ഹൈതാൻ, നൂൻ, നീനാൻ. മത്സ്യങ്ങൾ അവരുടെ അരികിലേക്ക് വരുമായിരുന്നു. യൗമ സബ്തിഹിം, അവരുടെ സബ്ത് ദിനത്തിൽ. ശനിയാഴ്ച ദിവസം പണിയെടുക്കാൻ പാടില്ലാത്ത, മത്സ്യത്തെ പിടിക്കാൻ പാടില്ലാത്ത ദിവസം മത്സ്യം വരും കടലിൽ. എങ്ങനെ വരും? ഷുർഅൻ. ഷുർഅൻ എന്ന് പറഞ്ഞാൽ ധാരാളം വന്നിങ്ങനെ തല പൊക്കി നോക്കുന്നതാണ്. മനസ്സിലായില്ലേ? വെള്ളത്തിന് മുകളിൽ കൈയിട്ടാൽ കിട്ടും എന്ന് തോന്നുന്ന രൂപത്തിൽ മത്സ്യം വരുമായിരുന്നു. വയൗമ ലാ യസ്ബിതൂൻ, ശനിയാഴ്ച അങ്ങ് പോയാൽ ലാ തഅതീഹിം, മത്സ്യത്തെ കാണൂല. കദാലിക നബ്ലൂഹും, അങ്ങനെയാണ് നാം അവരെ പരീക്ഷിച്ചത്. ബിമാ കാനൂ യഫ്സുഖൂൻ, എന്ത് കാരണത്താൽ? വെറുതെ അല്ല, അവരുടെ ഫിസ്ക് കാരണത്താൽ, അവരുടെ തോന്നിവാസം കാരണത്താൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥത്തിൽ അവർക്ക് നിശ്ചയിച്ചിരുന്ന ശ്രേഷ്ഠമായ അവരുടെ ഈദിൻ്റെ ദിവസം ശനിയാഴ്ച ആയിരുന്നില്ല. പിന്നെ ഏതാണ്? യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ്. അതാണ് ശ്രേഷ്ഠതയുള്ള ദിവസം. അള്ളാഹു ആദം നബിയെ പടച്ച, അള്ളാഹു അന്ത്യനാൾ നിശ്ചയിച്ച, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രത്യേകതകളെല്ലാം യൗമുൽ ജുമുഅക്കാണുള്ളത്. ഖൗമിന് അള്ളാഹു അതാണ് നിശ്ചയിച്ചു കൊടുത്തത്. പക്ഷേ അവരത് തെറ്റിച്ചു കളഞ്ഞു. അവർ തൊട്ടടുത്ത ദിവസത്തിലേക്ക് പോയി. നസ്രാനികൾ അതിനടുത്ത ദിവസത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ആദ്യമാണ്. യഹൂദികൾ നമുക്ക് പിന്നാലെ, നസ്രാനികൾ അതിനും പിന്നാലെ. അവരുടെ ദിനം ഞായറാഴ്ചയാണ്. അവരുടെ കുർബാന എടുക്കുന്ന ദിവസം ഏതാ? ഞായറാഴ്ചയാണ്. യഹൂദികൾക്ക് യൗമു സബ്തു, നമ്മുടേത് യൗമുൽ ജുമുഅ. അത് യഹൂദികൾക്ക് നമ്മോട് ഏറ്റവും അസൂയുള്ള വിഷയങ്ങളിലൊന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യൗമുൽ ജുമുഅ. അതുപോലെ നമ്മൾ കണ്ടാൽ പരസ്പരം പറയുന്ന സലാം, അതുപോലെ ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ ഒരുമിച്ച് പറയുന്ന ആമീൻ. യഹൂദികൾക്ക് ഈ ഉമ്മത്തിനോട് ഏറ്റവും അസൂയുള്ള വിഷയങ്ങളാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, അവർ ധിക്കാരം പ്രവർത്തിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. അതുകൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. ശനിയാഴ്ച ഇങ്ങനെ വന്ന് അവരെ എത്തി നോക്കുന്ന മത്സ്യങ്ങൾ, പക്ഷെ പിടിക്കാൻ പറ്റില്ല. പിന്നെ ശനിയാഴ്ച അങ്ങ് പോയാലോ മത്സ്യം വരുന്നില്ല. എന്ത് സംഭവിച്ചു? വഇദ് ഖാലത് ഉമ്മത്തു മിൻഹും, സൂറത്തു അൽ അറാഫിൽ അള്ളാഹു പറയുകയാണ്, വഇദ് ഖാലത് ഉമ്മത്തു മിൻഹും, അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു. അഥവാ ശനിയാഴ്ച അവർ മത്സ്യം പിടിക്കാൻ ആരംഭിച്ചു. അതേക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അവരിലെ ഒരു കൂട്ടർ പറഞ്ഞു, ലിമ തഅദൂന ഖൗമ, ഇങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന്. അള്ളാഹു മുഹ്ലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ നൽകിയേക്കാം. അവർ പറഞ്ഞു, ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്കൊരു മഅദിറത്തിന് വേണ്ടി, ഒഴിവ് കഴിവിന് വേണ്ടി നമ്മളിത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അവരോട്. അവർ സ്വീകരിക്കുന്നില്ല എങ്കിലും വലഅല്ലഹും യത്തഖൂൻ, ഒരു പക്ഷേ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തേക്കാം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അള്ളാഹു പറയുകയാണ്, നാം അവർക്ക് താക്കീത് നൽകിയത്, അവർ ഓർമ്മപ്പെടുത്തപ്പെട്ടത് അവർ വിസ്മരിച്ചു, ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, ഈ തിന്മ ചെയ്യരുത് എന്ന് അവരെ വിലക്കിയ ആളുകളെ നാം രക്ഷിച്ചു. വഅഖദ്നല്ലദീന ളലമൂ, അക്രമികളെ നാം പിടിച്ചു. ബിഅദാബിൻ ബഈസിൻ, കഠിനമായ ശിക്ഷ കൊണ്ട് പിടിച്ചു. ബിമാ കാനു യഫ്സുഖൂൻ,
അവർ ചെയ്ത ധിക്കാരം കാരണത്താൽ. ഫലമ്മ അറ്റൗ അമ്മ നുഹു അൻ, അള്ളാഹു വിലക്കിയത് അവർ ലംഘിച്ചപ്പോൾ, ഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായിക്കൊള്ളുക. ഇതാണ് സൂറത്തു അൽ അറാഫിലെ ആയത്തുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്ത് ബഖറയിൽ പറഞ്ഞതിനേക്കാൾ വിശദമായി ഈ സൂറത്തിലുണ്ട്, സൂറത്തുൽ അറാഫിൽ ഉണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ യഹൂദികളെ ഈ കഥ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. അള്ളാഹുവിൻ്റെ താക്കീതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം അവരുടെ കിതാബിലുള്ളത് മറച്ചുവെച്ച, നബിയെ തള്ളിക്കളഞ്ഞ, മുസ്ലിമീങ്ങളോട് ശത്രുതയിൽ കഴിഞ്ഞ യഹൂദികൾക്കുള്ള റബ്ബിൻ്റെ താക്കീതാണ് ഈ ഓർമ്മപ്പെടുത്തൽ. അവരുടെ മുൻഗാമികളുടെ ചരിത്രം ഇതാണ്. അല്ലാഹു അക്ബർ. അള്ളാഹു മനുഷ്യരൂപത്തിൽ നിന്ന് കോലം മാറ്റിക്കളഞ്ഞ മുൻഗാമികൾ ഒരു കൂട്ടർക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം കാര്യമാണ്. അതുകൊണ്ടാണ് യഹൂദികൾ നമ്മുടെ ബാങ്കിനെ കളിയാക്കി. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞു, വഇദാ നദൈതും ഇലസ്സലാത്തി ഇത്തഖദൂഹാ ഹുസുവൻ വലഇബ, നിങ്ങൾ ബാങ്ക് നിസ്കാരത്തിന് വിളിച്ചാൽ അവരതിനെ പരിഹസിക്കും. ബാങ്കിനെക്കുറിച്ച് ഖുർആനിൽ 2 ആയത്തുകളാണുള്ളത്. ഒന്ന് സൂറത്തുൽ മാഇദയിലെ ആയത്ത്, രണ്ടാമത്തെ ഏതായത്താണ്? ആര് പറയും? ബാറക്കല്ലാഹു ഫീക്. ജുമഅയെക്കുറിച്ചുള്ള ആയത്ത്, വഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ, ജുമഅയുടെ ബാങ്കിനെ കുറിച്ചുള്ള ആയത്താണ്. ഈ സൂറത്തുൽ മാഇദയിൽ ആയത്താകട്ടെ ആമാണ്, മൊത്തത്തിൽ എല്ലാ ബാങ്കിനെ കുറിച്ചും ഉള്ളതാണ്. അതിനെ പരിഹസിച്ചു. മുസ്ലിമീങ്ങളോട് അള്ളാഹു പറയാൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അള്ളാഹു ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാതെ, നിങ്ങൾ മോശക്കാരാണ് എന്നതല്ലാതെ. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കിൽ അതിനേക്കാൾ മോശമായ ശിക്ഷ ലഭിക്കുന്നവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മൻ ലഅനഹുല്ലാഹ് വഗദിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ വഅബദ അത്താഗൂത്ത് ഉലൈക ശർറും മകാനൻ വഅദല്ലു അൻ സവാഇസ് സബീൽ. ആരെയാണോ അള്ളാഹു ശപിച്ചത്, ആരോടാണോ അള്ളാഹു കോപിച്ചത്, ആരുടെ കൂട്ടത്തിൽ നിന്നാണോ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമായി രൂപം മാറ്റിക്കളഞ്ഞത്, വഅബദ താഗൂത്ത്, താഗൂത്തിന് അള്ളാഹുവിന് പുറമേ ഉള്ള അവരുടെ ഇലാഹുകളെ ആരാധിച്ചവരാരോ അവരാണ് ഉലൈക ശർറും മകാന വഅദല്ലു അൻ സവാഇസ് സബീൽ, അവരാണ് ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളവർ, ഏറ്റവും വഴിതെറ്റിയവർ അവരാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, യഹൂദി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും. അടുത്ത യഹൂദി വന്നു, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും. മൂന്നാമൻ വന്നു, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും. ഇത് അസ്സാം എന്ന് പറഞ്ഞാൽ മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹബ്ബത്തു സൗദ, കരിഞ്ചീരകത്തിൽ എല്ലാ രോഗത്തിനും ശമനമുണ്ട്, ഇല്ല അസ്സാം, എന്തിനൊഴികെ? മരണം എന്ന രോഗം ഒഴികെ. മരണത്തിന് മരുന്നില്ല. അപ്പോൾ മരിച്ചു പോട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം. പക്ഷേ ഹർഫ് തെറ്റിച്ച് പറയുകയാണ്. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഅ, വാക്കതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കളയുക. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. പല വാക്കുകൾ അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പഴയ പാരമ്പര്യം തന്നെ. ഹെത്ത എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഹെന്ത എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വീണ്ടും. ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ക്ഷമ കെട്ട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാമു വല്ലഅന യാ അബ്നാഅൽ ഖിറദതി വൽ ഖനാസീർ, നിങ്ങൾക്ക് തന്നെ ശാപവും മരണവും ശാപവും ഉണ്ടാകട്ടെ, പന്നികളുടെയും കുരങ്ങന്മാരുടെയും മക്കളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, ആയിഷ പറയരുത് അങ്ങനെ. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു, സൗമ്യത ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് ഏത് കാര്യത്തിലുണ്ടോ ഇല്ല ജാന, അതതിനെ അലങ്കരിക്കും. ഉനുഫ്, കാർക്കശ്യവും അതുപോലെ ശത്രുതാപരമായ സമീപനവും ഏതിലുണ്ടോ അത് അതിനെ ഭംഗി കെടുത്തും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി അവർ പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞത് നീ കേട്ടില്ലേ? അവർ നമുക്കെതിരിൽ പറഞ്ഞതിന് ഉത്തരം ലഭിക്കുകയില്ല, എന്നാൽ നമ്മൾ അവർക്കെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തതിന് ഉത്തരം ലഭിക്കും. അവർ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് അള്ളാഹു ഉത്തരം നൽകിയില്ല. എതിരിലുള്ള ഒരു ദുആ ആണത്.
എന്നാൽ നമ്മൾ തിരിച്ചു വാലയിക്കും, നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾക്കുണ്ടാകട്ടെ. ഖൈറെങ്കിൽ ഖൈർ, ഷർറെങ്കിൽ ഷർ എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അതിന് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഫാഹിഷത്ത് ഇഷ്ടപ്പെടുകയില്ല, മോശം ആയത് ഇഷ്ടപ്പെടുകയില്ല, അശ്ലീലം ഇഷ്ടപ്പെടുകയില്ല, തഫഹുഷ് ഇഷ്ടപ്പെടുകയില്ല. തഫഹുഷ് എന്താണ്? അവൻ അശ്ലീലം പൊതുവെ പറയുന്നവനല്ല, പക്ഷെ അശ്ലീലം ഒരാൾ കച്ചകെട്ടി പറയുകയാണ്, ഉണ്ടാക്കി പറയുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ. ഒരാൾക്ക് വേണ്ടിയും നീ നിൻ്റെ നാവിലൂടെ അശ്ലീലം പറയരുത്. തെറി നിനക്ക് യോജിക്കുകയില്ല, നീ മുസ്ലിമാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ പറഞ്ഞ ആളുകളോട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ പിന്നെ നമ്മുടെ നഫ്സിന് എന്തു വിലയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം എവിടെ? നമ്മുടെ അഭിമാനം എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ആണ് പ്രതികരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയാൻ കാരണം അവരുടെ ചരിത്രം അതാണ്. അവരുടെ ചരിത്രം അതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ ഇതാണ്, ഈ ശിക്ഷ നിങ്ങൾക്ക് നൽകിയ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, അവരിതിനേക്കാൾ വലുത് നൽകാൻ കഴിവുള്ളവനാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥ? അള്ളാഹു അവരെ രൂപം മാറ്റിയ കഥ എന്താണ്? അതേത് നാട്ടുകാരായിരുന്നു? അത് ഐല എന്നു പേരുള്ള ഒരു നാടായിരുന്നു. ഇന്നും ആ പേരിൽ തന്നെ ആ നാടുണ്ട്. ഐല എന്നാണ് ആ നാട്ടിൻ്റെ പേര്. സമുദ്രത്തിൻ്റെ കരയിലാണ് നാടുള്ളത്. ഷാം പ്രദേശത്ത്, ഇന്നത്തെ യഹൂദികൾ കൈയടക്കി വെച്ചിട്ടുള്ള പ്രദേശത്താണ് ആ നാടുള്ളത്. ഐല മുൻഗാമികളായ പല ഇമാമുമാരുമൊക്കെ പണ്ട് ജീവിച്ചിരുന്ന നാടായിരുന്നു ഐല. യൂനുസ് ഇബ്നു യസീദ് അൽ ഐലി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള മുഹദ്ദിസുകളൊക്കെ ജീവിച്ചിരുന്ന നാടാണ്. ആ നാട്ടിലായിരുന്നു ഈ വിഭാഗം യഹൂദികൾ, അഹ്ലുൽ കിതാബ്, പണ്ട് നടന്ന കഥയാണ്, പഴയ കാലത്ത് ജീവിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ശനിയാഴ്ച പണിയെടുക്കരുത് എന്ന് വിലക്കിയിരുന്നു. കടൽ തീരത്ത് കഴിയുന്ന ആളുകൾ സ്വാഭാവികമായി അവരുടെ ജോലി എന്തായിരിക്കും? മത്സ്യബന്ധനമായിരിക്കും, മീൻ പിടിക്കലായിരിക്കും. ശനിയാഴ്ച ആയാൽ ഈ പറഞ്ഞതുപോലെയാണ് പരീക്ഷണം. മത്സ്യം ഇങ്ങനെ വരും, തല പൊക്കി നോക്കുമെന്നാണ്, മുകളിലേക്ക് വരും, വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരും. പിറ്റേന്നായാൽ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ കാണുകയില്ല. അങ്ങനെ ഇരിക്കെ തഫ്സീറുകളിൽ ആ കഥ കാണാം. അവരിലൊരുത്തൻ ഒരിക്കൽ ശനിയാഴ്ച ഒരു വെള്ളത്തിൽ നിന്ന് ഒരു ചാലുണ്ടാക്കി, കടലിൽ നിന്ന് ഒരു ചാലുണ്ടാക്കി, അത്രയും മീൻ വരുമെന്നാണ്. ചാലുണ്ടാക്കി അതിൻ്റെ അറ്റത്തൊരു കുഴിയുണ്ടാക്കി. എന്നിട്ട് മീൻ അവിടെ കെണിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കടലിലേക്ക് പോകാത്ത വിധം അതിൻ്റെ പണി തീർത്തു. അങ്ങനെ ശനിയാഴ്ച വന്ന് ഈ കുഴിയിൽ മത്സ്യം ഇങ്ങനെ വന്ന് നിൽക്കും. പിന്നെ വന്ന് പെട്ടതിന് തിരിച്ചു പോകാൻ കഴിയില്ല. ആ രൂപത്തിലാണ് അവൻ വെള്ളം കീറിയിട്ടുള്ളത്. മറ്റു ചില റിവായത്തുകളിൽ അവൻ പിടിച്ചു, എന്നിട്ട് പോകാതിരിക്കാൻ അതിന് കെണിയൊരുക്കി എന്ന് കാണാം. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു രൂപത്തിൽ അയാൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ഇയാൾ മത്സ്യം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്തു. മീൻ പൊരിച്ചാൽ സ്വാഭാവികമായി എന്തുണ്ടാവും? മണം പുറത്തേക്ക് വരും. അങ്ങനെ അയൽവാസി ഇത് കണ്ടു എന്നാണ്. അയൽവാസി കണ്ടു. അങ്ങനെ പിന്നെയും അയാൾ അടുത്ത ആഴ്ച ഇത് തുടർന്നു, പിന്നെയും തുടർന്നു. അങ്ങനെ ചോദിച്ച ആൾക്ക് അയൽവാസിയോട് ഇയാൾ പറഞ്ഞെടുത്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു പോലെ നീയും ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ രണ്ടാമൻ ഇതാരംഭിച്ചു. പലരും ഇതാരംഭിച്ചു. മുൻഗാമികളിൽ ചിലർ തഫ്സീറുകളിൽ പറഞ്ഞത് കാണാം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ആദ്യം തന്നെ ഈ തെറ്റിന് ശിക്ഷിച്ചിട്ടില്ല, മറിച്ച് പിന്നീട് അവരത് പരസ്യമായി ചെയ്യാൻ തുടങ്ങി. അവരത് അങ്ങാടിയിൽ വിൽക്കാൻ ആരംഭിച്ചു. ആ തിന്മ അവർക്കിടയിൽ പരസ്യമായി തീർന്നു. അതാകട്ടെ ചെയ്യുന്നത് ഈ രൂപത്തിനാണ്. ഹീല എന്നാണ് ഇതിന് പറയുക. ഹീലത്ത് എന്ന് പറയുന്നത് കൗശലം ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ നിയമം മാറ്റിമറിയുക. ഹീലത്ത് പറയുക കൗശലമാണ്. ഹീലത്ത് മസ്അല എന്ന് പറഞ്ഞ് പല മസ്അലകളും ആളുകൾക്കിടയിലുണ്ട്. മുൻഗാമികളിൽ ചിലർ അത് കുഫറാണെന്ന് പറഞ്ഞിരിക്കുന്നു. കുഫറാണെന്ന്. കാരണം നേർക്കുനേരെ ഒരാൾ ഒരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവതരമാണത്. അയ്യൂബ് ഇബ്നു അബി തമീം അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് മുൻഗാമികൾപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുട്ടികളെ കളിപ്പിക്കുന്നത് പോലെ അവർ റബ്ബിനോട് കളിക്കാൻ നിൽക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ഹറാം ഈ
രൂപത്തിലുള്ള കൗശലമൊന്നുമില്ലാതെ ഒരാൾ ഹറാമ് ചെയ്യുകയാണ്. ഹറാമ് ഗൗരവമല്ലേ? ആണ്. അതിനേക്കാൾ ഗൗരവമാണ്. നേർക്ക് നേരെ കൗശലമൊന്നുമില്ലാതെ ഒരാൾ ഹറാമ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണെന്ത്? ഈ രൂപത്തിൽ ഹറാമ് ചെയ്യുക. അതായത് ഹലാലിൻ്റെ ഒരു മേമ്പൊടി കൊടുത്ത് ഹറാമ് പ്രവർത്തിക്കുക എന്നത് പാടില്ല, ഗുരുതരമായ തെറ്റാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു ബത്താഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹീലത്തുകൾക്ക് എതിരിൽ അദ്ദേഹം എഴുതിയ കിതാബിൽ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള സനദാണ്. മഹാനായ ഇമാമാണ് ഇബ്നു ബത്താഹ് റഹിമഹുല്ലാഹ്. ഈ ഹദീസിൻ്റെ സനദ് അത് സ്വീകാര്യോഗ്യമാണെന്ന് ഇബ്നു കസീർ അതുപോലുള്ള പണ്ഡിതന്മാർ പലരും പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർതകിബു മർതകബൽ യഹൂദ്, യഹൂദികൾ ചെയ്തത് നിങ്ങൾ ചെയ്യരുത്. ഫതസ്തഹില്ലു മഹാരിമല്ലാഹ് ബിഅദ്നൽ ഹിയൽ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ കൗശലം ഉപയോഗിച്ചത് ഹലാലാക്കുക. എന്തെങ്കിലും ഒരു വഴി കൊണ്ട് അതിനെ ഹലാലാണെന്ന രൂപത്തിൽ അത് പ്രവർത്തിക്കുക വളരെ ഗൗരവമുള്ള സംഗതിയാണ്. മനസ്സിലല്ലേ? ഒരു ഹറാം ഒരാൾ ചെയ്യുന്നു, അവനത് ഹറാമാണെന്ന് അവനറിയാം, അവനത് അംഗീകരിക്കുന്നുമുണ്ട്. അള്ളാഹു പുറത്തിരട്ടെ എന്നവൻ പറയുന്നു, അവനതിൽ നിന്ന് അത് തിരുത്താൻ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. ഇങ്ങനെ ഉള്ള ഒരുവനും അല്ല അതിനെന്താ പ്രശ്നം, അത് ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു ഹറാമാക്കിയതിനെ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് ഹലാലാക്കാൻ ശ്രമിക്കുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടാം വലിയ അപകടത്തിലാണ്, ആദ്യം പറഞ്ഞവനെ പോലെയല്ല. മനസ്സിലായില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് വിനയമുള്ളവരാവുക. അള്ളാഹുവിൻ്റെ ദീനിന് അതിൻ്റെ തഅളീം, അതിൻ്റെ മഹത്വം നമ്മൾ കൽപ്പിച്ചു നൽകുക. ഈ ദീൻ വരുന്നവനും പോകുന്നവനും മാറ്റിമറിക്കാനുള്ളതല്ല. ആളുകൾക്ക് തോന്നുന്നതിനനുസരിച്ച് ഹറാമും ഹലാലും മാറ്റിമറിക്കാനുള്ളതല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദിച്ചിട്ടുള്ളതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാവിൽ വന്നതനുസരിച്ച് പറയാൻ ശ്രമിക്കുകയാണോ? ഹാദ ഹലാലുൻ വഹാദ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാൻ വളരെ ഗുരുതരമായ സംഗതിയാണ്. അപ്പോൾ നോക്കൂ, ഈ ഖൗം എന്ത് ചെയ്തു? ഇങ്ങനെ കൗശലത്തിലൂടെ, ശനിയാഴ്ചയാണ് ഫലത്തിൽ മത്സ്യം പിടിച്ചത്, എന്നിട്ട് അത് ഞായറാഴ്ച മാത്രം അതിനെ കൊണ്ടുപോകും, അതിനെ കഴിക്കും ഒക്കെ ചെയ്യും. ഇത് മറ്റു പല മസാലകളിൽ നിങ്ങൾക്ക് കാണാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ശാപം യഹൂദികൾക്കുണ്ടായി. എന്താണ് കാരണം? ഷഹ്മ അവർക്ക് അള്ളാഹു വിലക്കിയിരുന്നു. ഷഹ്മ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. ഒരു മൃഗത്തെ, ഹലാലായ മൃഗത്തെ അറുത്താൽ നമ്മുടെ ഈ ദീനുള്ളത് എന്താണ്? അതിൻ്റെ ഏത് ഭാഗവും നമുക്ക് ഹലാലാണ്. എന്നാൽ യഹൂദികൾ ഇതുപോലെ അവരുടെ ധിക്കാരം കാരണത്താൽ അള്ളാഹു അവർക്ക് നൽകിയൊരു നിയമമായിരുന്നു, ഹലാലായ മൃഗം അറുത്ത് തിന്നാൽ ഹറാമായ മൃഗം, പക്ഷെ അതിന് കൊഴുപ്പ് കഴിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്തു? അതിൻ്റെ ഹറാമായ അതിൻ്റെ വിലയും അവർക്ക് ഹറാമായിരുന്നു, പക്ഷെ അവർ കൊഴുപ്പ് അങ്ങനെ തന്നെ വിറ്റില്ല, അത് ഉരുക്കിയിട്ട് വിറ്റു. എന്നിട്ട് പറഞ്ഞു ഇത് വേറെയാണല്ലോ, സംഗതി വേറെയാണല്ലോ എന്ന് പറഞ്ഞു. ഈ ഹീലത്ത് സുബ്ഹാനല്ലാഹ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ അവരത് പരസ്യമായി ചെയ്യാൻ ആരംഭിച്ചു. എന്തുണ്ടായി? ആ കൂട്ടർ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. അവരിൽ വിവരമുള്ള ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ ന്യായം പറയും, ഞങ്ങളിത് അള്ളാഹു വിലക്കിയ ദിവസം ചെയ്യുന്നില്ലല്ലോ. വീണ്ടും അവർ പറഞ്ഞു, അല്ല നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങളത് ശനിയാഴ്ച തന്നെയാണ് ആ മത്സ്യം പിടിക്കുന്നത്, ചെയ്യരുത് എന്ന് വിലക്കിക്കൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, തഫ്സീറുകളിൽ കാണാം അവർ ആ നാട്ടുകാരിൽ നിന്ന് ഒടുവിൽ മാറി താമസിച്ചു എന്ന്. തൊട്ടടുത്ത് ഒരു ഗ്രാമത്തിൽ അവർ താമസമാക്കി. ഇവരുടെ പ്രവർത്തനങ്ങളോട് എതിർപ്പ് പ്രഖ്യാപിച്ച് അവർ മാറി നിന്നു. അങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ അവർക്ക് മേലിറക്കുകയാണ്. എന്താണ്? അള്ളാഹു അവരെ മസ്ഖ് ചെയ്തു. മസ്ഖ് എന്ന് പറഞ്ഞാൽ കോലം മാറ്റിക്കളയുക, രൂപമങ്ങ് അള്ളാഹു മാറ്റിക്കളഞ്ഞു. അള്ളാഹു കുരങ്ങന്മാരാക്കി മാറ്റി. ചില തഫ്സീറുകളിൽ കാണാം അവരിലെ ചെറുപ്പക്കാരെ അള്ളാഹു കുരങ്ങന്മാരും വൃദ്ധന്മാരെ അള്ളാഹു പന്നികളുമാക്കി മാറ്റി. നഊദു ബില്ലാഹ്. അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഖൗമ് മുഴുവൻ, അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമൊക്കെ കുരങ്ങന്മാരായി മാറി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ ബന്ധുക്കളായിരുന്ന, അവരുടെ അതേ ഗോത്രക്കാരായിരുന്ന ഇപ്പുറത്ത് താമസിച്ചവർ ഇക്കൂട്ടരുടെ ശബ്ദമോ വിളിയോ ഒച്ചയും വിളിയോ ഒന്നും കേൾക്കാതെ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ അവർ ആ നാട്ടിലേക്ക് ചെന്നു എന്നാണ്.
അവർ ആ തൊട്ടടുത്തുള്ള ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആരെയും കാണുന്നില്ല. കാണുന്നത് ആരെയാണ്? കുറേ കുരങ്ങന്മാരെയാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അള്ളാഹു ഇങ്ങനെ ഒരു കൂട്ടരെ ബാക്കി വച്ചില്ലായിരുന്നെങ്കിൽ, അതായത് അവരിൽ തന്നെ ഒരു കൂട്ടരെയാണ് ആ തെറ്റ് വിലക്കിയ ആ കൂട്ടരെയാണ് അള്ളാഹു രക്ഷിച്ചത്. അങ്ങനെ ഒരു കൂട്ടർ അള്ളാഹു ബാക്കി വച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ആയതേ നമുക്കാർക്കും മനസ്സിലാകുമായിരുന്നില്ല. അവരൊക്കെ മരിച്ചു എന്നേ വിചാരിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഈ ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നു എന്നാണ്. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഇവർ കാണുന്നത് കുറേ കുരങ്ങന്മാരെയാണ്. ആ കുരങ്ങന്മാർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരെ, പക്ഷെ അവർക്ക് ഇവരെ മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരിൽ തൻ്റെ ബന്ധുവായിരുന്ന ആളുടെ അരികിലേക്ക് ഈ കുരങ്ങൻ ചെല്ലുകയാണ്. തഫ്സീറുകളിൽ ചെന്നു അവൻ ഇവൻ്റെ കുപ്പായത്തിൽ പിടിക്കുന്നു, അവനെ മണത്തു നോക്കുന്നു. കുരങ്ങനായി മാറിയിരിക്കുന്നു മനുഷ്യൻ. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ഇത് ഇന്നലെ വരെ നമ്മളെപ്പോലെ ഉണ്ടായിരുന്ന ആളാണ്. അവർ ചോദിച്ചു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് വിലക്കിയിരുന്നില്ലേ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ആ കുരങ്ങന്മാരിങ്ങനെ തലയാട്ടി. അതേ പറഞ്ഞിരുന്നു എന്നർത്ഥത്തിൽ. നഊദു ബില്ലാഹ്, നമ്മളിങ്ങനെ കേട്ടുപോകുന്ന, നമ്മൾ പല കുറി കേട്ട് നമ്മുടെ മനസ്സിലുള്ള ഈ ചരിത്രങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അതേക്കുറിച്ചൊന്ന് ആലോചിച്ചു. അതിൻ്റെ ഗൗരവം എത്ര വലുതാണ്, അതിൻ്റെ അപകടം എത്ര വലുതാണ്. ഇന്നലെ വരെ മനുഷ്യനായിരുന്നവൻ ഇന്ന് കോലം മാറി കുരങ്ങനായി മാറി. ഇത് കഥയല്ല, ഇത് സംഭവിച്ച കാര്യമാണ്, ഇത് നടന്നിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ശിക്ഷയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ഈ ഉമ്മത്തിൽ സമാനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കോലം മാറ്റി കളയുന്ന ശിക്ഷ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹൽ ബിൻ സഅദിൻ സഈദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യകൂനു ഫി ആഖിരി സമാൻ, ഈ ഉമ്മത്തിൽ അവസാന കാലത്തുണ്ടാകും അൽ ഖസ്ഫു. ഖസ്ഫ് എന്നാൽ ഭൂമിയിൽ അള്ളാഹു ആഴ്ത്തിക്കളയുന്ന ശിക്ഷയാണ്. ഭൂമിയിൽ ആഴ്ത്തിക്കളയും, ഭൂമി പിളരും, ആളുകൾ അതിനുള്ളിലേക്ക് പോകും, ഭൂമി അടയും. എന്നാൽ ഖസ്ഫ്, ഉരുൾപൊട്ടലുകൾ അതിൻ്റെ ഭാഗമാണ്, ഖസ്ഫിൻ്റെ ഭാഗമാണ് ഉരുൾപൊട്ടലുകൾ. ആളുകൾ മണ്ണിനടിയിലാവുക ഖസ്ഫിൻ്റെ ഭാഗമാണത്, യാതൊരു സംശയവുമില്ല. ഖാറൂനെ അള്ളാഹു താഴ്ത്തിയതുപോലെ. വൽ ഖദ്ഫു, ഖദ്ഫ് എന്നാൽ എടുത്തെറിയപ്പെടുക, അല്ലെങ്കിൽ മുകളിലേക്ക് ചരൽ കല്ലുകൾ വന്നു ഭവിക്കുക, അതിനാണ് ഖദ്ഫ് എന്ന് പറയുന്നത്. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ഖദഫ എന്നാൽ എറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വൽ മസ്ഖു, മസ്ഖ് എന്ന് പറഞ്ഞാൽ രൂപം മാറ്റിക്കളയുക, ആളുകളുടെ രൂപം മാറ്റി മനുഷ്യൻ്റെ രൂപം മറ്റൊന്നാക്കി കളയും. ഈ ശിക്ഷ ഉണ്ടാകും. മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫി ആഖിരി ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ഈ ഉമ്മത്തിൽ അവസാന കാലത്ത് ഈ ശിക്ഷകൾ ഉണ്ടാകും. ഭൂമിയിൽ ആഴ്ത്തിക്കളയുക, കോലം മാറ്റി കളയുക, ചലൽ മഴ വർഷിക്കപ്പെടുക. ഖാലത്ത്, സഹാബത്ത് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാൾ ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീന സ്സാലിഹൂൻ, നബിയെ ഞങ്ങൾ സാലിഹുകളായ ആളുകൾ ഉണ്ടായിരിക്കുകയും നമ്മൾ നശിപ്പിക്കപ്പെടുമോ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ ദഹറൽ ഖബസ്, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ വ്യാപകമായാൽ. മറ്റൊരു റിവായത്തിൽ കാണാം, എപ്പോഴാണിത് സംഭവിക്കുക? ഇദാ ശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം വ്യാപകമായാൽ. വദഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, സംഗീതോപകരണങ്ങളും നർത്തകിമാരും പ്രത്യക്ഷപ്പെട്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഈ 3 ശിക്ഷകൾ ഉണ്ടാകും ഈ തിന്മകൾ വ്യാപകമായാൽ. തിന്മകളുടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതൊരു സമൂഹത്തിൽ തെറ്റല്ലാത്ത വിധം വ്യാപകമായാൽ, അതിനെ എതിർക്കുന്ന ആളുകൾ കുറഞ്ഞാൽ അവരെ എല്ലാവരെയും ബാധിക്കുന്ന ശിക്ഷകൾ വന്നേക്കും. അന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് തിന്മയെ എതിർക്കാൻ ആളുകളുടെ വെറുപ്പോ അവരുടെ അനിഷ്ടമോ പരിഗണിക്കാൻ പാടില്ല എന്ന്. ശാരീരികമായ ഉപദ്രവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടാക്കുമ്പോൾ ആളുകൾ പറയാൻ മടിക്കുക, അല്ലെങ്കിൽ പറയുന്നതിൽ നിന്ന് ഒന്ന് പിന്നോട്ടേക്ക് കാലുവെക്കുക എന്നത്, അതിലവർക്ക് ഒഴിവ് കഴിവുണ്ടെന്ന് പറയാം. ഉപദ്രവങ്ങൾ പേടിച്ചൊരു മനുഷ്യൻ മിണ്ടാതിരിക്കുക, അതും ആ സമൂഹത്തിൻ്റെ വലിയ അവരുടെ അധപ്പതനമാണ് ചൂണ്ടിക്കാണിക്കുക. അതേസമയം അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് പറഞ്ഞാൽ അയാൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും ഒരു മോശമായ വാക്ക് കേൾക്കേണ്ടി വന്നേക്കും, അതല്ലെങ്കിൽ നിസാരമായ എന്തെങ്കിലും കിട്ടുന്ന ആനുകൂല്യം എന്തെങ്കിലും കുറഞ്ഞു പോയേക്കും. അതിൻ്റെ ഒന്നും പേരിൽ ഒരിക്കലും തിന്മ എതിർക്കാതിരിക്കാൻ പാടില്ല. കാരണം തിന്മ എതിർക്കാതിരുന്നാൽ വരുന്നത് അള്ളാഹിൻ്റെ ശിക്ഷയാണ്. അത് വന്നാൽ ഈ കാണുന്ന ഒരാളും, നമ്മൾ പേടിച്ച ഒരാളും നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. അവനെ തന്നെ അവന് രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തിന്മകളെ എതിർക്കുക തന്നെ വേണം, അല്ലെങ്കിൽ കാര്യം വളരെ ഗൗരവകരമായിരിക്കും.
പ്രത്യേകിച്ച് ഈ രൂപത്തിലുള്ള തിന്മകൾ ജനങ്ങളുടെ ഖുലുഖിനെ അവരുടെ മര്യാദകളെ ബാധിക്കുന്ന വ്യഭിചാരം പോലെ, നഗ്നതകൾ പ്രദർശിപ്പിക്കുക പോലെ, അശ്ലീലങ്ങൾ പറയുക എന്നതുപോലെ. നിങ്ങൾ നോക്കൂ, അശ്ലീലം, വൃത്തികേടുകൾ പറയാൻ, അത് പരസ്യമായി പറയാൻ, അത് ചിത്രീകരിക്കാൻ ആളുകൾക്ക് മടിയില്ലാതായിരിക്കുന്നു. മനസ്സിലായില്ലേ? അശ്ലീലം, തനി അശ്ലീലം അത് പറഞ്ഞ് അത് വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുക. എന്താണ് പറയുന്നവളുടെ ഒക്കെ ഉദ്ദേശം? കാരണം ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പുറത്തേക്ക് വിട്ടാൽ അത് ഒരുപാട് ആളുകൾ അത് കാണും. സുബ്ഹാനല്ലാഹ്, ഈ തോന്നിവാസം പറഞ്ഞ് കിട്ടുന്ന പൈസയാണ് അവൻ്റെ വരുമാനം. എത്ര മോശമായ വരുമാനമാണ് നീ തിന്നുന്നത്. വൃത്തികേട്, ഇതിൽ ആൺ പെൺ വ്യത്യാസമില്ല. തനി തോന്നിവാസങ്ങൾ കാണിക്കുക. മനസ്സിലായില്ലേ? ആളുകൾ ഒരിക്കലും പറയാൻ മുൻകാലത്ത് അങ്ങേറ്റം മടിച്ചിരുന്ന വാക്കുകൾ പറഞ്ഞ്, തെറി വിളിച്ച്, അല്ലെങ്കിൽ അശ്ലീല പദങ്ങൾ പറഞ്ഞ്, അശ്ലീലമായ ആംഗ്യങ്ങൾ കാണിച്ച്, ലൈംഗികമായ കാര്യങ്ങൾ നാവ് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെ കാണിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ പണം തിന്നുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്ര മോശമായ സമ്പാദ്യം ഏത് കാലത്ത് ലോകത്തുണ്ടായിരുന്നു? പഴയ കാലത്ത് വ്യഭിചാരത്തിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകളുണ്ടായിരുന്നു, ഇക്കാലത്തുമുണ്ട്. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഇതെത്ര മോശമായ കാര്യമാണ്. ഇതിനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സുബ്ഹാനല്ലാഹ്, സിനിമകൾ അതുപോലുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ മുമ്പ് അത് തിന്മകളാണെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അതിനെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ, അതിനെപ്പോലും കവച്ചു വെക്കുന്ന രൂപത്തിൽ വൃത്തികേടുകൾ പറയാനും അത് പ്രചരിപ്പിക്കാനും മടിയില്ലാത്ത സമൂഹം വളർന്നു. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള അല്പന്മാരായ ആളുകളുടെ വീഡിയോകൾ കാണുക എന്നത് വളരെ അപകടമാണ്. അശ്ലീലം അവരുടെ മനസ്സിൽ ഒന്നുമല്ലാതായിത്തീരും. വന്നിരുന്ന് 1 മണിക്കൂർ സംസാരിച്ചാൽ 100 തെറിയായിരിക്കും അവൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ അവൻ ഉദ്ഘാടനത്തിൽ വിളിക്കുന്ന ചില ആളുകൾ. അപ്പോൾ കുറേ കുട്ടികൾ, വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത കുട്ടികൾ അവന് ജയ് വിളിക്കും. ഇതെന്ത് കാലമാണ്, ഇതെന്ത് ലോകമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്താണ് സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്നാൽ പ്രിയമുള്ളവരെ എങ്ങോട്ടാണ് ഓടിപ്പോവുക? അള്ളാഹുവിനെ, അവൻ്റെ ദീനിനെ, മാന്യന്മാരായ ആളുകളൊക്കെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള, അവരെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് തടയാൻ സാധിക്കുന്ന ഉത്തരവാദിത്തമുള്ള, അധികാരമൊക്കെ ഉള്ള ആളുകൾ ഇത് തടയേണ്ടതാണ്. ഭരണരംഗത്ത് സ്വാധീനമുള്ള, അധികാരത്തിൽ സ്വാധീനമുള്ള ആളുകൾ, വിവരമുള്ളവർ, മുസ്ലിമീങ്ങളും അല്ലാത്തവരും, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് ചിന്തയുണ്ട് എങ്കിൽ ഇത്തരക്കാരെ പിടിച്ചു കെട്ടേണ്ടതാണ്. ഇത്തരക്കാരെ തുറുങ്കിലടക്കേണ്ടതാണ്. അവർ ഇനിയുള്ള അത്തരത്തിലുള്ള തിന്മകൾക്ക് മുതിരാത്ത വിധമുള്ള ശിക്ഷ നൽകേണ്ടത് അധികാരത്തിലുള്ള ആളുകളുടെ ബാധ്യതയാണ്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം വൃത്തികേടുകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള ശിക്ഷകൾ അന്ത്യനാളിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആ സമൂഹത്തിൽ എന്ത് സംഭവിച്ചു? അവരെ അള്ളാഹു ഈ രൂപത്തിൽ മാറ്റിക്കളഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു അവരെ കുരങ്ങന്മാരാക്കിയെന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് കുരങ്ങിൻ്റെ പ്രത്യേകത? കുരങ്ങിനെ കണ്ടാൽ മനുഷ്യനുമായി വളരെ സാദൃശ്യമുണ്ട് അതിന്. ആ ജന്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മനുഷ്യനോട് എന്തൊരു സാദൃശ്യമാണതിന്. അത് ഭക്ഷണം കഴിക്കുന്നതിലും അത് നടക്കുന്നതിൽ അതിൻ്റെ കുഞ്ഞിനെടുത്ത് നടക്കുന്നതിലും ഒക്കെ എത്ര സാദൃശ്യമാണ് അതിൻ്റെ അവയവങ്ങൾക്ക്. എന്നാൽ അത് മനുഷ്യനാണോ? മനുഷ്യനല്ല. അവർ ചെയ്ത കാര്യം പുറമേക്ക് ഹലാലാണെന്ന് തോന്നും, പക്ഷെ അതെന്തല്ല, ഹലാലല്ല. അതാണ് അവർ ചെയ്തത്. അള്ളാഹു അവർക്ക് അതുപോലത്തെ ശിക്ഷയാണ് നൽകിയത്. ജസാഉ മിൻ ജിൻസിൽ അമൽ. പ്രവർത്തനത്തിന് യോജിച്ച ശിക്ഷ. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എത്ര വലുതാണെന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹു മനുഷ്യരൂപത്തിലുണ്ടായിരുന്നവരെ ഒറ്റയടിക്ക് കുരങ്ങന്മാരാക്കി മാറ്റിക്കളഞ്ഞു. ഇതാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു അവരെ മാറ്റിക്കളഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങന്മാർ ഈ രൂപത്തിൽ പണ്ട് അള്ളാഹു രൂപം മാറ്റിയ മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങന്മാർ പണ്ട് അള്ളാഹു രൂപം മാറ്റിയ മനുഷ്യരാണോ? അല്ല. എന്തുകൊണ്ട്? അള്ളാഹു ആ രൂപം മാറ്റിയ ആളുകൾക്ക് സന്താനങ്ങളെ നൽകിയിട്ടില്ല. അവരുടെ തലമുറ നിലനിന്നിട്ടില്ല. അവരുണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ എന്തുണ്ട്? കുരങ്ങന്മാരുണ്ട്. അള്ളാഹു നേരത്തെ പടച്ച പടപ്പുകളുടെ കൂട്ടത്തിൽ കുരങ്ങന്മാരും പന്നികളുമുണ്ട്. അതുകൊണ്ട് അവർ ഒരിക്കലും
ഈ ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങന്മാർ ആ പണ്ട് അള്ളാഹു രൂപം മാറ്റിയവരുടെ പിൻഗാമികളല്ല. മുസ്ലിമിൻ്റെ സഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേക്കുറിച്ച് ആളുകൾ ചോദിച്ചത് നമുക്ക് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ലിമസ്ഖിൻ നസ്ലൻ വല അഖിബ. അള്ളാഹു ഇങ്ങനെ കോലം മാറ്റിയ ആളുകൾക്ക് പിൻഗാമികളെ നൽകിയിട്ടില്ല, മക്കളെ കൊടുത്തിട്ടില്ല. വഖദ് കാനത്തിൽ ഖിറദത്തു വൽ ഖനാസിറു ഖബ്ല ദാലിക്. അവർക്ക് മുൻപേ ലോകത്ത് ആരുണ്ടായിട്ടുണ്ട്? കുരങ്ങന്മാരും പന്നികളും ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ജന്തുക്കളെ ഹലാലായിരുന്നിട്ടും കഴിക്കാൻ മടിച്ചത് സംബന്ധിച്ച ഹദീസിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. അത് നബി പണ്ട് അള്ളാഹു രൂപം മാറ്റിയ ആളുകളുടെ പിൻഗാമിയാണോ ഈ ജന്തു എന്ന് പേടിച്ചിട്ട് കഴിക്കാത്തതാണ് എന്ന്. അല്ല എന്നാണ് ഉത്തരം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിച്ചു എന്ന് റിവായത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതിന് മുമ്പായിരിക്കണം അത്. ആ ജന്തുക്കൾക്ക് അള്ളാഹു പിൻഗാമികളെ നൽകിയിട്ടില്ല. മറിച്ച് അവർ അങ്ങനെ തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവർക്ക് പിന്നീട് മക്കൾ ജനിക്കാതെ അവർ മരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഈ കഥയിൽ ഇങ്ങനെ അനേകം പാഠങ്ങൾ നമുക്കുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹറാമാക്കിയ കാര്യങ്ങൾ അത് സൂക്ഷ്മതയോടെ കാണേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അള്ളാഹുവിൻ്റെ കോപം വന്ന് ഭവിക്കുന്നത് വളരെ പേടിക്കേണ്ടതാണ്. ഞാനും നിങ്ങൾ ഏറെ പേടിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ഖളബിന്. റബ്ബിൻ്റെ ഖളബ്, അള്ളാഹു നമ്മോട് കോപിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ മുകളിൽ പോസ്റ്റിലിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടു. അയാളോടൊരു കാര്യം നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. നമ്മൾ അയാളോട് പറയും സോറി. എന്നിട്ട് നമ്മൾ പിന്നെ അബദ്ധത്തിൽ കരുതി കൂട്ടിയൊന്നല്ല, പിന്നെ അബദ്ധം പറ്റിപ്പോയി. അയാളോട് രണ്ടാമത് ആ സോറി പറയാൻ എത്ര പ്രയാസം ഉണ്ടായിരിക്കും നമുക്ക്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതൊരു മനുഷ്യനാണ്. നമ്മുടെ ഖൈറു ഷർറൊന്നും അയാളുടെ കയ്യിലല്ല. അള്ളാഹുവാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു തആല വിലക്കിയ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതിൽ എന്താണ് ആളുകൾക്ക് പേടിയില്ലാത്തത്? അള്ളാഹു എങ്ങാനും നമ്മോട് കോപിച്ചാലോ, അവൻ്റെ ഖളബ് എങ്ങാനും നമുക്ക് കിട്ടിയാലോ, അവൻ്റെ സഖത്ത്, അവൻ്റെ വെറുപ്പെങ്ങാനും നമുക്ക് മേൽ വന്നാലോ ആർക്കാണ് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഏറെ പേടിക്കുക അള്ളാഹുവിൻ്റെ ഖളബിനെ, അവൻ്റെ സഖത്തിനെ, അവൻ്റെ വെറുപ്പിനെ ഏറെ സൂക്ഷിക്കണം. അള്ളാഹുവിനോട് പാപമോചനം തേടുകയും തെറ്റുകൾക്ക് മാപ്പിരക്കുകയും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കേണു മടങ്ങുകയും ചെയ്യണം. അവർക്കാണ് വിജയമുള്ളത്. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകളെ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അവൻ്റെ ശിക്ഷയെ നിസാരമായി കാണുക എന്നത് വളരെ ഗുരുതരമായ അബദ്ധമാണ്. മറിച്ച് അവൻ്റെ ശിക്ഷയെ വലുതായി കാണണം. മുൻഗാമികളുടെ കഥകളിൽ നമുക്ക് പാഠമുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.